PhDക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണത്. PhD അല്ലെങ്കിൽ റിസർച്ച് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കവർ ലെറ്റർ ഉണ്ടാക്കണം, ഒരു CV, മോട്ടിവേഷൻ ലെറ്റർ, നല്ല ക്വാളിറ്റിയുള്ള ഈ 3 ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് PhDക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 വേ ആണുള്ളത്. 3 വേ എന്ന് പറയുമ്പോൾ എൻ്റെ നോളജിൽ 3 വേ ആണുള്ളത്. അപ്പോൾ ഒരു വേ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൾഡ് മെയിലിംഗ്, നല്ല ഡയറക്റ്റ് ആയിട്ട് പ്രൊഫസേഴ്സിന്, നമ്മുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സിന് മെയിൽ അയക്കുന്നു. അപ്പോൾ മെയിൽ അയക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് മെയിൽ അയച്ചിട്ട് നമ്മൾ പറയും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് PhD ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് എൻ്റെ വർക്കുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മെയിൽ അയക്കുക അവർക്ക്. നമ്മളെ CV ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട്, മോട്ടിവേഷൻ ലെറ്റർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട്, അപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനോ പറയും. അപ്പോൾ അതാണ് ഒരു വേ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് വേ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് അല്ല, യൂണിവേഴ്സിറ്റിയിൽ PhD അഡ്മിഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. ചില യൂണിവേഴ്സിറ്റികൾ, ചില കൺട്രികളൊക്കെ ഡയറക്റ്റ് PhD അഡ്മിഷനാണ് എടുക്കുക. പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UAE ഖലീഫ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളൊക്കെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കും ഓരോ ഇൻടേക്കിലേക്കും, ഓരോ സെമസ്റ്ററിലേക്കും. USA അങ്ങനെ തന്നെയാണ്, അമേരിക്ക അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അഡ്വർടൈസ് ചെയ്യും ഏതെങ്കിലും ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ട് വന്നാൽ. അപ്പൊ ഇതവരെ എവിടെയാണ് അഡ്വർടൈസ് ചെയ്യുന്നത് വെച്ചാൽ ലിങ്ക്ഡിൻ നോക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ നോക്കുക, അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുറാക്സസ്, ഫൈൻഡ് എ PhD, പിന്നെ പിന്നെ എന്താണ് നാച്ചുറൽ കരിയർ, അങ്ങനെ പല വെബ്സൈറ്റുകളുണ്ട്. ഈ ഒരു വെബ്സൈറ്റിലൊക്കെ എന്താണ് ഫണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, PhD പ്രൊജക്റ്റുകൾ വരികയാണെങ്കിൽ അത് അതിലൊക്കെ അഡ്വർടൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് കാണാം. അപ്പൊ അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതാണ് 3 മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കയറി അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.